ബാലൻസ്, നമ്മുടെ കേരളത്തിന്റെ ബാലൻസ് നിലനിർത്തിയത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി നിന്നു, കോൺഗ്രസ് കൃത്യമായി നിന്നു, ലീഗ് അവരുടെ കൂടെയും നിന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു വർഗീയതക്കെതിരെ. അതേ സമയത്ത് എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ ഘടന മാറ്റിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആകെ ചില്ലറ വോട്ടാ വെക്കുള്ളത്. ഇതിനവരെ കൂടെ കൂട്ടുന്നത്. അങ്ങനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ നഷ്ടം സംഭവിക്കും. നമ്മുടെ സാമൂഹിക ഘടന തകരും. എന്ത് വർഗീയവാദികൾക്ക് സാധുക്കളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറഞ്ഞ് പറ്റിച്ച് വർഗീയതയിലേക്ക് ചേർക്കാൻ ഇതൊരു കാരണമാകും, ഇതൊരു ടൂളാവും. അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അവരെന്ന് പറഞ്ഞാൽ ആരാ? അതും ജമാഅത്തിനെ അറിയാത്തവരാരാ? ജമാഅത്ത് ഇന്ത്യൻ സർക്കാരിനോട് സഹകരിക്കുന്നത് ഹറാമാണെന്ന് എഴുതി വെച്ച ജനതയാണ്. അവരെ നമ്മുടെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ വർഗീയത വളരും. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വളരെ സമീപമായൊരു ഭാവിയിൽ കേരളം വർഗീയവാദികൾ ഭരിക്കും. നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ യോജിച്ച് നിൽക്കണം. അതിൽ മതമൊന്നുമില്ല. ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എല്ലാവരും യോജിച്ച് നിൽക്കണം. എന്തുകൊണ്ട്? വർഗീയത വളരരുത്. വർഗീയത വളർന്നാൽ കേരളം വർഗീയത ഭരിക്കും. ദക്ഷിണ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് എന്ത്? ശബരിമല. ആ ശബരിമലയിൽ നമ്മൾ ഹൈന്ദവ സഹോദരൻ കയറി ചെല്ലാൻ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 38-40 കിലോമീറ്റർ എരുമേലിയിൽ നിന്ന് നടക്കണം. കാനനപാതയാവുമ്പോൾ വീണ്ടും കൂടും. കാനനപാതയിലൂടെ 60 കിലോമീറ്റർ ഉള്ള കാനനപാതയുണ്ട്. പഴയ കാലത്തൊക്കെ 90 കിലോമീറ്റർ ഒക്കെ നടക്കണം. ഏറ്റവും ചുരുങ്ങിയത് 38-40 കിലോമീറ്റർ എരുമേലിയിൽ നിന്ന് ശബരിമലയുടെ നട വരേക്കും ഏകദേശം 38-40 കിലോമീറ്റർ കഷ്ടപ്പെട്ട് ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല. എന്താ പറയാ, കെട്ടി നിറച്ച് അതുകൊണ്ട് വീട് നിന്ന് ഇറങ്ങിയ ഈ ഭക്തൻ, മനസ്സിലായില്ലേ, ഒരു ഒറ്റ മുണ്ടോ മറ്റോ മാത്രം ഉടുത്തിട്ട് നടക്കാം. അവിടെ എരുമേലിയിൽ ഇറങ്ങിയാൽ പിന്നെ ഒരു നിർവാഹമില്ല. ഈ 38-40 കിലോമീറ്റർ നടന്ന് അവസാനത്തെ ശബരിമലയുടെ അവസാനത്തെ പടി, ആ 18ാം പടി അവസാനിക്കുന്ന അമ്പലനടയിൽ എത്തിച്ചേരുമ്പോൾ അമ്പലനടയിൽ എഴുതി വെച്ചിട്ടുള്ളത് തത്വമസി. എന്താ അതിനർത്ഥം? തത്വം അസി, തത്വം അസി, പരമമായ അത്, പരമമായ അവൻ, പരമമായ അത്, ത്വം നീ, അസി ആകുന്നു. അപ്പോൾ പരമമായ ദൈവം നീയാണ്. അരവിപ്പുറത്ത് എന്താ പറയാ, ശ്രീ നാരായണ ഗുരു സ്വാമികള് പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ്. നീ നിന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നർത്ഥം. അതിൽ ഈ മുഖത്തിന്റെ ഫേസിന്റെ ഭംഗി കാണലാവില്ല ഗുരുവിന്റെ ലക്ഷ്യം. ഗുരു അത്ര ആഴമുള്ള ഒരാളാണ്. അപ്പൊ ഒരാള് അരവിപ്പുറം വരെ വന്നിട്ട് എന്താ പറയാ, മുടി ചീകിപ്പോകട്ടെ നല്ല ഉദ്ദേശം. നീ നിന്നെ അറിയും. നീ നിന്നെ അറിഞ്ഞാൽ നിന്റെ ദൈവത്തെ. ഈ പറഞ്ഞ പുണ്യ റസൂൽ പറഞ്ഞ ഈ വാക്ക് തന്നെ അല്ലേ ഗുരു ഈ പറഞ്ഞ്? ഇതന്നെയല്ലേ തത്വമസി? തത്വം അസി, പൂർണ്ണമായ അവൻ, ത്വം നീ, അസി ആകുന്നു. അതായത് പൂർണ്ണമായ ദൈവം, പൂർണ്ണനായ ദൈവം നീ ഇവിടെയല്ല അന്വേഷിക്കേണ്ടത്, നീ നിന്നിൽ അന്വേഷിക്കണം. ഞാൻ സർവമത സത്യവാദല്ല ഈ പറയണത്. പക്ഷെ ധർമ്മത്തിന് അവരെല്ലാവരും ഒന്നാണ്. ലോകത്ത് മോഷ്ടിക്കാം എന്ന് പറഞ്ഞൊരു വേദഗ്രന്ഥമില്ല, വ്യഭിചരിക്കാം എന്ന് പറഞ്ഞൊരു വേദഗ്രന്ഥം ലോകത്തില്ല. ഹിന്ദുവിനില്ല, ക്രിസ്ത്യാനിക്കില്ല, മുസ്ലിമിനില്ല. ഉണ്ടോ അല്ലേ? പറ അന്യന്റെ പെണ്ണിനെ നോക്കാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഒരു മതത്തിലില്ല. ഉണ്ടോ അല്ലേ? പറ കുട്ടി, ഉണ്ടോ അല്ലേ? കൈക്കൂലി വാങ്ങാം എന്ന് പറയുന്ന ഒരു വേദത്തിന്റെ ശകലം ഈ ഭൂമിയിലില്ല. ഹിന്ദുവിനില്ല, ക്രിസ്ത്യാനിക്കില്ല, മുസ്ലിമിനില്ല, പാർസിക്കില്ല, പിന്നെ ബുദ്ധമതക്കാരനില്ല, ജൈനമതക്കാരനില്ല, സിഖ് മതക്കാരനില്ല, ആർക്കുമില്ല. ഉണ്ടോ അല്ലേ? ഇല്ല. അപ്പൊ ധർമ്മത്തിൽ എല്ലാ മതങ്ങളും ഒന്ന്. ബാക്കി പഠിച്ചോന്റെ കാര്യമില്ല. തീരുമാനിച്ചോളൂ. ഇവിടെ സന്തോഷത്തിൽ ജീവിക്കാൻ. ഇപ്പൊ രാഗിച്ചരട് കിട്ടാറുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ. എന്താ ഈ രാഗിച്ചരടിന്റെ അടിസ്ഥാനം? ഒരു മുസ്ലിമായ രാജകുമാരൻ തന്റെ ബാപ്പയുടെ ഡെഡ് ബോഡിയെ നേരം വെളുക്കുന്നത് വരെ, രാജാവിന്റെ ഡെഡ് ബോഡി നേരം വെളുക്കുന്നത് വരെ രാജാവിനെ കുളിക്കടവിൽ കൊന്നു. കൊട്ടാരത്തിന് ഇറക്കി കൊണ്ടുപോയി കുളിക്കടവിലിട്ട് കൊന്നു രാജാവിന്.
മുഗൾ രാജാവിനെ കൊലപ്പെടുത്തി. അപ്പോൾ ആ നേരം വെളുക്കുന്നവരെ വെളുപ്പം കാലത്ത് വന്ന സ്ത്രീ